കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം താൽക്കാലികമായി അടച്ചിടും. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ പിടികൂടണമെന്നും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവർ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ സർവകക്ഷി യോഗത്തിൽ ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിൽ എടുത്തത്? എപ്പോഴാകും ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം ഇനി തുറന്ന് പ്രവർത്തിക്കുക? മാത്രമല്ല, ഇതുവരെ എത്ര പേരാണ് ഈ അക്രമത്തിൽ പിടിയിലായത്? അശ്വതി, ഇന്നലെ വൈകിട്ടാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നത്. ഇതിൽ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. താൽക്കാലികമായി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു യോഗത്തിൽ എടുത്തിരുന്നത്. ഇതിനുശേഷം പിന്നീട് ഇത് തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായി തന്നെ നിയമപരമായി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആണെങ്കിൽ, അത് കൃത്യമായി ഉണ്ടെങ്കിൽ അത് പിന്നീട് തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് മറ്റ് ശുചിത്വവും അതോടൊപ്പം തന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും ഇത്തരത്തിലുള്ള കൃത്യമായുള്ള രേഖകളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ പിന്നീട് ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് അത് തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായ സാഹചര്യത്തിൽ അത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരു തീരുമാനമാണ് ഇന്നലെ വൈകിട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർ യോഗം ഇന്ന് ചേരുന്നുണ്ട്. വൈകിട്ട് യോഗം ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇത് തുറന്ന് പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യമെല്ലാം തന്നെ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും. താമരശ്ശേരിയിലാണ് ഫ്രഷ് കട്ട് അറവ് സംസ്കരണ മാലിന്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ മാലിന്യ കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ 5 വർഷത്തോളമായി ഇവിടെയുള്ള പ്രദേശവാസികൾ സമരം ചെയ്തു വരികയാണ്. സമാധാനപരമായ സമരമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്ന സമരമാണ് അക്രമാസക്തമായത്. വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഈ ഒരു സമരത്തിൽ ഉണ്ടായി. പുറത്തു നിന്നുള്ള ആളുകളടക്കം ഈ സമരത്തിൽ പങ്കാളികളായി എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് STPI അടക്കമുള്ള പ്രവർത്തകർ, മതമൗലികവാദ സംഘടനകൾ ഈ ഒരു സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ പോലീസിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മഞ്ചേരിയിലുള്ള ഒരാളാണ്. ഇങ്ങനെ പുറത്തു നിന്നുള്ള ആളുകളടക്കം തന്നെ കൃത്യമായി ഈ സമരത്തിൽ പങ്കാളികളായി എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളും വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള അറസ്റ്റ് അടക്കം ഉണ്ടായിട്ടുള്ളത്. ഈ സമര സമയത്ത് ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഫാക്ടറിക്ക് തീ വച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ കത്തിച്ച ഒരു സംഭവം ഉണ്ടായി. നിരവധി പോലീസുകാർക്ക് ഈ സമരസമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതായത് റൂറൽ SP-ക്ക് അടക്കം 25ഓളം പോലീസുകാർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയ രീതിയിലുള്ള കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. മതമൗലികവാദ സംഘടനകൾ, തീവ്രവാദ സ്വഭാവമുള്ള മതമൗലികവാദ സംഘടനകൾ ഈ സമരത്തിൽ പങ്കാളികളായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത്. നിലവിൽ പോലീസ് ഈ മേഖലയിലൊക്കെ തന്നെ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പരിശോധന രാത്രി കാലങ്ങളിൽ ഈ വീടുകളിൽ കയറുള്ള പരിശോധന അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യം ഇന്നലെ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നിർദ്ദേശിച്ചിരുന്നു. ഈ ഒരു ആവശ്യവും ഇന്നലത്തെ യോഗത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറുള്ള പരിശോധന വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇന്നലത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായി തന്നെ ഈ ഒരു സമരത്തിൽ പങ്കാളികളായ ആളുകളെ കൃത്യമായി അറസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഈ ഒരു സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. നിലവിൽ എന്തായാലും ഈ ഒരു ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം താൽക്കാലികമായി അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അശ്വതി. യെസ്, ശിവദാസ്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം